ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ലണ്ടൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ വീഡിയോ ഇട്ടപാടെ രണ്ടാമത്തെ ഇടണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എന്നൊക്കെ പറയുന്നത് പോലെ സമയം കിട്ടിയില്ല ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഓണത്തിൻ്റെ വ്ളോഗ് ഇടേണ്ടി വന്നു. പിന്നെ നമ്മൾ വീട് മാറിയപ്പം അതിൻ്റെ വ്ളോഗ് ഇട്ടു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ വീഡിയോ അവിടെ സ്റ്റക്കായിപ്പോയി. പിന്നെ ഏതൊക്കെ ആയാലും നമ്മൾ എടുത്തു വെച്ച വീഡിയോ അല്ലേ, അപ്പോൾ അത് ഇട്ടേക്കാന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പിന്നെ ഭാവിയിലാണെങ്കിലും ഇതൊക്കെ ഒന്ന് കാണണമെങ്കിൽ നമ്മുടെ സ്വന്തം വീഡിയോ എടുത്ത് കണ്ടാൽ മതിയല്ലോ. അപ്പം അങ്ങനെയാണ് പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ലണ്ടൻ ഐയുടെ അവിടെ വരെ എത്തിയതായിരുന്നു ആദ്യത്തെ വീഡിയോ. പിന്നെ ഇപ്പോൾ ലണ്ടൻ ഐയിൽ കയറിയ വീഡിയോയാണ് ഈ കാണുന്നത്. ഫൈനലി ഞാനും മമ്മിയാണ് ലണ്ടൻ ഐയെ കയറിയത്. അപ്പം മമ്മിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു മമ്മി ഇച്ചിരി പേടിക്കുമായിരിക്കുന്നു. പക്ഷേ പുള്ളിക്കാരി വളരെ കൂളായിട്ട് വണ്ടിയിൽ ലണ്ടൻ ഐയെ കയറി എക്സ്പ്ലോർ ചെയ്തു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല വെതറായിരുന്നു. അതുകൊണ്ട് തന്നെ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ അത് ഒത്തിരി സ്പീഡിലൊന്നും പോവാത്തതുകൊണ്ട് തന്നെ കയറുന്നവർക്ക് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും പേടിച്ചിട്ട് അത് പോകുന്ന കാണുമ്പോൾ പേടിച്ചിട്ട് കയറാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഒട്ടും പേടിക്കണ്ട കേട്ടോ. അതിനൊട്ടും സ്പീഡില്ല, വളരെ പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നമ്മുടെ ലണ്ടൻ ഐയെ കയറിയാലത്തെ വലിയൊരു എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് നമുക്ക് ഓൾമോസ്റ്റ് ആ ലണ്ടൻ ടൗൺ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം 3 സ്ഥലവും നമുക്കിങ്ങനെ, അതായത് 4 സ്ഥലവും ഏകദേശം ഇങ്ങനെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. അപ്പം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ 2 തവണ കയറിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അതിൻ്റെ താഴെ കൂടെ പോകുന്ന ചെറിയ ചെറിയ കപ്പലുകളും ബോട്ടുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ സ്പീഡിൽ പോവാത്തതുകൊണ്ടാണ് പിള്ളേരൊന്നും ട്രൈ ചെയ്യാതിരുന്നത്. പിന്നെ പതുക്കെ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്താണ് കേട്ടോ അത് താഴെ എത്തുന്നത്. കാരണം നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി മുകളിലെത്തി. പിന്നെ അവിടുന്ന് താഴെ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം സമയം എടുക്കും. എനിക്കൊന്ന് അരമണിക്കൂർ 3/4 മണിക്കൂർ ഏതാണ്ടുണ്ട് ആ ലണ്ടൻ ഐയിലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കറങ്ങി കറങ്ങി പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. കാരണം മുകളിലെത്തിയിട്ട് പിന്നെ താഴോട്ട് പോവുകയാണല്ലോ. അപ്പം നമുക്ക് 2-3 സ്ഥലങ്ങൾ, അതായത് അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ചെറിയ റിവറിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിലെ കൂടെ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട്. ആ ബ്രിഡ്ജിൽ കൂടെ നമ്മുടെ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി, വളരെ പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുമാത്രമേ ഉള്ളൂ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ആദ്യമായിട്ട് കയറുന്നവർക്കൊക്കെ അവർക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ, അതൊരു വലിയ കാര്യമാണല്ലോ. പിന്നെ അങ്ങനെ ഞങ്ങളിപ്പം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബെൻ ഒക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ നമുക്ക് ക്രൂയിസിൽ കയറി നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രൂയിസിൽ കയറി ഇപ്പോൾ ഇരിക്കുവാണ്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടനയുടെ സൈഡിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റും. പക്ഷെ അവിടെ കയറിയാൽ നമുക്ക് സൈഡ് സീറ്റ് ഒന്നും കിട്ടത്തില്ല. കാരണം കൂടുതൽ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ കയറിയാൽ മാത്രമേ നമുക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടുള്ളൂ. അല്ല, നമ്മൾ ലണ്ടനായിട്ട് സൈഡിലേക്ക് വരുന്നത് അത് രണ്ടാമത്തെ സ്റ്റോപ്പായിട്ടാണ് ക്രൂയിസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സൈഡ് സീറ്റ് ഒന്നും കിട്ടത്തില്ല. ഓൾറെഡി ഓൾമോസ്റ്റ് ഫുള്ളായിട്ടാണ് അവിടുന്ന് വരുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ലണ്ടനായുടെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ടാണ് നമ്മൾ ക്രൂയിസിൽ കയറിയത്.
അങ്ങനെ നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് നടന്ന് നമ്മളുടെ കുറച്ച് അവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയത്. റൂമിലേക്ക് പോകാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്താണ്, പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ട്രെയിൻ കയറി പോകണമായിരുന്നു. പിന്നെ അവിടെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിൽ കയറി തന്നെ പോകണം. അപ്പം നമ്മൾ 2 റൂംസ് ആയിരുന്നു എടുത്തത്. കാരണം നമ്മൾ 5 പേരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ 2 റൂം എടുത്തു. അപ്പോൾ 2 റൂമും ഇൻ്റർ കണക്റ്റഡ് ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഹോളിഡേയിൻ്റെ റൂമായിരുന്നു നമ്മൾ എടുത്തത്. കുഴപ്പമില്ലായിരുന്നു. 4 ബെഡ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ കിടക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള റൂമുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളി നമുക്ക് ഭയങ്കര എക്യുപ്പൈഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു റൂമല്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. വലിയ എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി പുറത്ത് പോയി ഫുഡ് കഴിച്ചു. എന്താണെന്നറിയത്തില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. എല്ലാം ഓർഡർ ചെയ്തു. പിന്നെ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു നമ്മുടെ ഇതിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റി. പിന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്സൈഡ് ഡൗൺ ഹൗസിലേക്കാണ് പോയത്. അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മളവിടെ ട്രെയിനിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നൊരു സ്ഥലമായിരുന്നു ഇത് കാണണമെന്ന്. പക്ഷെ ഒരുപാട് കാണാൻ പാകത്തിൽ ഒന്നുമില്ല. ഒരു ചെറിയൊരു വീട് മാത്രമേ ഉള്ളൂ. അതെല്ലാം തലകീഴായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കതിനകത്ത് കയറുമ്പോൾ ചെറുതായിട്ട് തല കറങ്ങുകയൊക്കെ ചെയ്യും. നമുക്കൊന്ന് മൂവ് ചെയ്യാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. മമ്മിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങുന്ന പോലെ ഫീൽ ചെയ്തുകൊണ്ട് മമ്മി മോനെയും പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. നമുക്ക് നടക്കാനൊരു പേടിയായിരുന്നു. ഇവൻ നമുക്കാണെങ്കിൽ അങ്ങനെ ഒരു ഫീൽ വരും കേട്ടോ.